നമസ്കാരം. തീർത്ഥയാത്രയിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മറ്റൊരു ദേവീക്ഷേത്രമാണ്. ഇത് മഹാരാഷ്ട്രയിലെ ഏതാണ്ട് ബോയ്സറിന് ഒരു 10 കിലോമീറ്റർ ദൂരെയായിട്ട് 10-20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ടുള്ള ഇതറിയത്തില്ല. സന്തോഷി മാതാ ക്ഷേത്രം, ജയ് സന്തോഷി മാത എന്നുള്ള ഫിലിമിലൂടെയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. വളരെ തിരക്കാണ്. ഇത് വലിയൊരു മലമ്പ്രദേശത്താണ്. ആദിവാസികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികൾ. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട സ്വയംഭൂ ക്ഷേത്രമായിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഒന്നുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെ പറയുകയാണ്. വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതുവരെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനിയും വീഡിയോ തുടർന്ന് കാണുക. ക്ഷേത്രങ്ങളിലെ നിരവധിയായിട്ടുള്ള നല്ല ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോയിലേക്ക് തുടർന്ന് പോകാം. നമസ്കാരം. മറ്റൊരു ക്ഷേത്രവിശേഷമാണ്. ഇത് സന്തോഷി മാത ക്ഷേത്രമാണ്. കഴിഞ്ഞ വർഷം ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മലയുടെ ഒരു ഭാഗം തന്നെയാണ് വിഗ്രഹമായിട്ട് രൂപപ്പെട്ടത് എന്നാണ് വിശ്വാസം. വലിയൊരു പാറക്കല്ല് ദേവിയുടെ രൂപത്തിലേക്ക് രൂപപ്പെടുകയാണ് ഉണ്ടായത്. അത് ഒരു ക്ഷേത്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. വളരെ വിശ്വാസികൾക്ക് എല്ലാം നൽകുന്ന ഭഗവതിയാണ് സന്തോഷി മാത. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത്വം ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ്. ക്ഷേത്രത്തിന് 4 വശവുമുള്ള വൃക്ഷലതാദികൾ, അപൂർവ വൃക്ഷങ്ങൾ ക്ഷേത്രത്തിന്റെ പരിപാവനതയ്ക്ക് മാറ്റുകൂട്ടുകയാണ്. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം ഏതൊരു ഭക്തന്റെയും മനസ്സിന് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്നകന്ന് മലയുടെ ഏതാണ്ട് പകുതിക്ക് ഒരു ഗുഹാക്ഷേത്രം കൂടിയുണ്ട്. ആ ഗുഹാക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ശക്തി പീഠം എന്ന് അറിയപ്പെടുന്നത് അതാണ്. ഇന്നിപ്പോൾ നമുക്ക് ഗുഹാക്ഷേത്രത്തിലേക്ക് പ്രവേശനം അടച്ചിരിക്കുകയാണ്. അവിടെ ഈ മഴ പെയ്ത് വെള്ളവും മറ്റും നിറഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് അതിൻ്റെ ദർശനം അടച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ഗുഹാക്ഷേത്രത്തിലേക്ക് കയറുകയും ദേവി വിഗ്രഹത്തെ നമുക്ക് തൊട്ട് വണങ്ങുന്നതിനുമൊക്കെയുള്ള സാഹചര്യമുണ്ട്. വളരെ ഏറെ ഭക്തർക്ക് ഏറ്റവും അതിവിശേഷമായിട്ട് കരുതപ്പെടുന്ന ഗുഹാക്ഷേത്രമാണിത്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത് പരിചരിക്കുന്നതും ഇവിടുത്തെ പൂജാകാര്യങ്ങൾ നിർവഹിക്കുന്നതുമൊക്കെ. ജയ് സന്തോഷി മാത എന്ന സിനിമയിലൂടെ പ്രസിദ്ധമായതിനു ശേഷം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടത്തേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമാണ്. മഹാരാഷ്ട്രയ്ക്ക് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ ക്ഷേത്രത്തിലെ ഭക്ഷണമാണ്. ചോറുണ്ട്, വെള്ളച്ചോറാണ്. പിന്നെ ഇത് മധുരമുള്ള പായസം പോലെ എന്തോ ആണ്. കടലക്കറിയുണ്ട്, ഒരു ചമ്മന്തിയുണ്ട്, അല്ലാതെ ഒരു ദാല് കറി. ഇവിടെ ഭക്ഷണം അന്നദാനം നടക്കുകയാണ്. ഇതവിടെയാണ് കൗണ്ടർ. ജയ് സന്തോഷി മാത ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. മഹാരാഷ്ട്രയിലെ ഈ ഏതാനും ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയായിരുന്നു. ഈ ക്ഷേത്രങ്ങളിലെയൊക്കെ വീഡിയോ നിങ്ങൾ കാണുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.